Hi friends, welcome to my channel. ഇപ്പോൾ മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് എന്തായാലും നമുക്ക് മാസ്ക് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ മാസ്കും നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി പുറത്ത് പോകുമ്പോൾ ഓരോ മാസ്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തുണി മാസ്കാണ് പ്രിഫർ ചെയ്യുന്നത്, ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത്. അത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാതെ നമ്മളെ വീട്ടിലുള്ള തുണി വെച്ച് തന്നെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള മാസ്കും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഒരു തരത്തിലുള്ള മാസ്ക് ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മാസ്ക് ആണിത്. ഒരു പണിയും ഇല്ല, ജസ്റ്റ് ക്ലോത്ത് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്താൽ മാസ്ക് ആയിട്ടുണ്ട്. എലാസ്റ്റിക്കിന് പകരം ഇവിടെ തുണി തന്നെയാണ് കെട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാവരുടെ കയ്യിലും എലാസ്റ്റിക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ മാസ്ക് ഈസി ആയിട്ട് തുന്നിയെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു മെറ്റീരിയലിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഷർട്ട് പീസിൻ്റെ മെറ്റീരിയലാണ്, ഷർട്ട് അടിച്ച് ബാക്കിയുള്ള തുണി കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ് അളന്ന് നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടതെന്ന് പറയാം. അതേ അളവിൽ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി. മുതിർന്നിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അളവാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള അതേ അളവിൽ തുണി കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം നമുക്ക് അടിക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഇതിൽ നിന്ന് ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുള്ള ഒരു സ്ക്വയർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു സൈഡിൽ പോവുക, അവിടുന്ന് ഒരു സ്ക്വയർ 8 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതിയുള്ള സ്ക്വയർ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതാ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതി. അതിൻ്റെ സൈഡ് കട്ട് ചെയ്യുമ്പോഴൊന്നും ചെറിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമ്മൾ മടക്കി അടിക്കുമ്പോഴേക്കും ശരിയാവും. ഇനി നമുക്ക് അടുത്ത പീസ് കട്ട് ചെയ്യേണ്ടത് ഒരു 30 ഇഞ്ച് നീളത്തിലും ഒരു 1.5 ഇഞ്ച് വീതിയിലും അങ്ങനെയുള്ള 2 പീസസ് വേണം. നമ്മൾ മാസ്കിന് കെട്ടാൻ ഉപയോഗിക്കുന്ന നാടിയില്ലേ, അതിനോട് കൂടി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 30 ഇഞ്ച് നീളത്തിലും ഒരു 1.5 ഇഞ്ച് വീതിയിലും അങ്ങനെയുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടുന്നത് ഒരു 4.5 ഇഞ്ച് നീളം 1.5 ഇഞ്ച് വീതി. അത് നേരത്തെയുള്ള 30 ഇഞ്ചിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്താൽ മതി. വീതി 1.5 ഇഞ്ച് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്ര നീളത്തിലുള്ള തുണി ഇല്ലാന്നുണ്ടെങ്കിൽ 30 ഇഞ്ച് കട്ട് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് വീതിയിൽ 4.5 ഇഞ്ച് നീളത്തിൽ 2 പീസ് കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ആകെ വേണ്ടുന്ന പീസുകൾ. ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ കട്ട് ചെയ്തിട്ടുണ്ട്. 30 ഇഞ്ച് 1.5 ഇഞ്ചിൽ 2 നീളത്തിലുള്ള പീസസ് ഉണ്ട്. പിന്നെ 4.5 ഇഞ്ച് നീളത്തിൽ 1.5 ഇഞ്ച് വീതിയിൽ 2 ചെറിയ പീസസും ഉണ്ട്. ഇത്രയും തന്നെ ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഈ സ്ക്വയർ എടുത്തിട്ട് അതിലൊരു 2 ഇഞ്ച് ദൂരത്തിൽ മാർക്ക് ചെയ്ത് വെക്കുക. ആദ്യം 2 ഇഞ്ച്, പിന്നെ തൊട്ടടുത്ത 2 ഇഞ്ച് പറയുമ്പോൾ 4, 6 അവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. 2 സൈഡിലും 2, 4, 6 പൊസിഷനിൽ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കണം. ആ ഓരോ 2 ഇഞ്ച് മാർക്ക് ചെയ്ത നീളത്തിലും ഫോൾഡ് ചെയ്തിട്ട് വെക്കണം. നമ്മൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഫോൾഡഡ് ആയിട്ടാണ് കാണുക മുന്നിൽ. അപ്പോൾ നല്ല വിഡ്ത്തിൽ കിട്ടും മാസ്ക്. അതിനായിട്ടാണ് ഇങ്ങനെ എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെക്കുക. അടിയിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ 8 ഇഞ്ച് എന്നുള്ളത് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പം ഒരു 4 ഇഞ്ചായിട്ട് മാറും അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒന്ന് നമ്മുടെ വിരൽ നഖം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 3 സ്ഥലത്തും ആക്കി വെക്കുക. ഇപ്പോൾ ഇതൊരു 4 ഇഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിലും അടിച്ചു കൊടുക്കണം. ഇതേപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് 2 അറ്റത്തും ആ 4 ഇഞ്ച് വരുന്ന 2 സൈഡിലും ഒരു 4 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ 2 പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, 4.5 ഇഞ്ച് നീളത്തിൽ 1.5 ഇഞ്ച് വീതിയിൽ 2 പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 പീസസ് എന്ന് പറയുന്നത് ഈ 2 സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പീസ് എടുക്കുക, ഒരു സൈഡിൽ വെക്കുക, അതിൻ്റെ മടക്കി അടിക്കുക. നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സെയിം സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ അടിച്ചു കൊടുത്താൽ എക്സ്ട്രാ സ്റ്റിച്ചസ് ഒന്നും വരില്ല നമ്മുടെ മാസ്കിൽ. അതുകൊണ്ട് ഈ മുറിച്ചെടുത്ത പീസ് അടിയിൽ വെക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസ് ഇതാണ്. ഇത് നമ്മളിനി തിരിച്ചു വെച്ചതിന് ശേഷം ഈ എക്സ്ട്രാ ഉള്ള തുണി മടക്കി അടിക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ ചെയ്തു കൊടുത്താൽ മതി. 2 മടക്ക് മടക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് ഇപ്പോൾ മടക്കിയ അതിൻ്റെ മുകളിലൂടെ ഒന്ന്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാ ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ട് അവിടെ കട്ടിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡ് ഇനി ഒരു പീസ് കൂടി ഉണ്ട് ചെറുത്, അത് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസസ് രണ്ട് വലിയ നീളത്തിലുള്ള പീസസാണ് അല്ലേ, 30 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലുള്ള പീസാണ്. ആദ്യം തന്നെ ആ 30 ഇഞ്ച് നടുവിലൂടെ മടക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. കത്രിക കൊണ്ട് ജസ്റ്റ് ഒരു കട്ട് കൊടുത്താൽ മതി, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള മാസ്കിലും സെൻറ്റർ രണ്ട് സൈഡിലും ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. സെൻറ്റർ മാസ്കിൽ 2 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 30 ഇഞ്ച് നീളത്തിലുള്ള അതിലും മാർക്ക് ചെയ്തു. ഇനി രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വെക്കുക. ഒരു നീളത്തിലുള്ള പീസ് എടുക്കുക, അതിൻ്റെ സെൻറ്ററും മാസ്കിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ആ രണ്ട് തുണിയും, മാസ്കും ആ തുണിയും കൂടിയുള്ള ഭാഗത്തിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാസ്കിൻ്റെ എൻഡ് വരുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തുണിയുടെ ഏറ്റവും അറ്റത്തേക്ക് പോവുക, ഇടതുവശത്തുള്ള അറ്റത്ത് പോയിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു വശത്തായിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് മറ്റു വശത്തുള്ള എൻഡ് വരെ ഇതേ രീതിയിൽ ചെയ്തെടുത്തു. ഇനി അടുത്ത വശത്ത് നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. പീസ് എടുക്കുക, സെൻറ്റർ പൊസിഷൻ മാർക്ക് ചെയ്യുക, ഒരു വശത്ത് നിന്ന് ചെയ്ത് തുടങ്ങുക, അടുത്ത വശത്ത് എൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്ത മാസ്ക്. നല്ല ലെയറായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ലെങ്ത്ത്, ആവശ്യത്തിനുള്ള ലെങ്ത്തും നമ്മുടെ മുഖത്ത് കിട്ടും. കെട്ടാൻ ഉപയോഗിക്കുന്ന നാടിയും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ലെങ്ത്തിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റിച്ച് ചെയ്ത മാസ്ക്. ഇതിന് മുന്നേ ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മാസ്ക് ഞാൻ ആ തുണി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയ വീഡിയോ നോക്കിയാൽ അറിയാം, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ആ മെഷർമെൻറ്റ് പറഞ്ഞ രീതിയിൽ തുണി കട്ട് ചെയ്യുക, അതുപോലെ പറഞ്ഞ പോലെ തന്നെ അതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നിക്കൽ ഇങ്ങനെ കെട്ടിയിട്ട് ബാക്കിൽ കെട്ടുന്ന രീതിയിൽ, 2 എണ്ണം ബാക്കിൽ കെട്ടുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരു മാസ്ക് എന്തായാലും ഒരാൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, വേറെ ഒരാൾ മാറി മാറി യൂസ് ചെയ്യില്ലല്ലോ. അപ്പം നിങ്ങളിങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ ഇവിടെ ഒരു കെട്ട് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ലെങ്ത്ത് വെച്ചാൽ ഇവിടെ കെട്ട് കൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്യുക. അതുപോലെ 2 സൈഡിലും കെട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അലക്കി റീയൂസ് ചെയ്യുമ്പോഴും അത് കെട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ജസ്റ്റ് ഇങ്ങനെ എലാസ്റ്റിക് ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാകും. അപ്പോൾ മാസ്ക് എന്ന് പറയുന്നത് വീഡിയോന് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ശീലമാക്കുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ട് എല്ലാവരും ശീലമാക്കുക. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഗവൺമെൻറ് പറയുന്ന നിയമങ്ങളൊക്കെ ഇനി അങ്ങോട്ടും പാലിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മഹാമാരിയിൽ നിന്ന് മുക്തി നേടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലും ഇനി അങ്ങോട്ടും ഇത് ആവശ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.